ബ്രോ 99 നൈറ്റ്സ് കളിക്കാമോ? പിന്നെന്താ മച്ചാനെ, നമുക്ക് കളിച്ചിരിക്കാം. പക്ഷേ ഞാനില്ലേ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ 99 നൈറ്റ്സ് കളിക്കണം. ഇതിനു മുമ്പ് ഞാൻ കളിച്ചിട്ടില്ല, ഞാൻ അതൊക്കെ എക്സ്പേർട്ടും അല്ല. ആദ്യമായിട്ടാണ് റോബ്ലോക്സ് 99 നൈറ്റ്സ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കണത്. ഇതെന്താ സംഭവം എന്നൊക്കെ ഞാൻ ചെറുതായിട്ട് യൂട്യൂബൊക്കെ നോക്കി ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ച് കൊച്ചുങ്ങളെ സേവ് ചെയ്യണം, പിന്നെ അവിടെ തീ കെടാതെ നോക്കണം, അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതിലേക്കും നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇത് എങ്ങനെ കയറേണ്ടതെന്ന് അറിയത്തില്ല, നോക്കട്ടെ. പിന്നെ ഇത് ഭയങ്കര ഇച്ചിരി ലോങ് വീഡിയോ ആയിരിക്കും. ഞാനിതിൽ എന്തായാലും 99 നൈറ്റ്സ് സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പല്ല. ഞാൻ അത്രയ്ക്ക് സർവൈവ് ചെയ്യത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ കളിച്ചിട്ടേ ഇല്ല, അതാണ്. ഇനി എങ്ങോട്ട് കയറും നോക്കട്ടെ. പാർട്ടി സൈസ് 5 പോരെ, 5 പേരെ കയറ്റാം, ഒറ്റക്കാവേണ്ട. മലയാളിക്കെന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്കെന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും. ഗൈസ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കൂടെ ഇപ്പോൾ എത്ര 5 പേരെങ്ങാണ്ടോ ഉണ്ട്, 5ആണോ നോക്കട്ടെ. ഗൈസ് നമ്മൾ ടോട്ടൽ ഇപ്പോൾ 5 പേരാണുള്ളത്. നമ്മുടെ കൂടെ ഇപ്പോൾ 4 പേരും കൂടി ഉണ്ട്. ഈ മരമൊക്കെ മുറിക്കണമെന്ന് തോന്നണം. ഇതുകൊണ്ടാണ്. ഇതെങ്ങനെ സ്വിങ് നോക്കിയാൽ മതിയല്ലേ? ഗൈസ് എന്തോ മോഡൊക്കെ ഉണങ്ങി. എനിക്കെൻ്റെ കൺട്രോൾസ് അതൊന്നും അധികം അറിയാൻ മേല, ഞാൻ ആദ്യമായിട്ട് കളിക്കണോണ്ടാ. ചിലപ്പോൾ ഞാൻ ഒരു നൈറ്റിന് സർവൈവ് ചെയ്യുമെന്ന് അറിയാൻ മേല, സർവൈവ് ചെയ്യുമെന്ന്. നൈറ്റ് ആവുകയാണെങ്കിൽ മറ്റേ ഇവന്മാർ വരത്തില്ല, ചില ഇങ്ങനെ മോൺസ്റ്റേഴ്സോ എന്തോ ഒരു മാന പോലത്തെ സാധനം. പിന്നെ തീ കെടാൻ നോക്കണം, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കൊല്ലാൻ വരും. ഇതൊക്കെയാണെന്ന് തോന്നണം. ഈ ഫയർ ഒന്ന് കത്തിക്കാം. നമ്മൾ കത്തിച്ചിട്ടുണ്ട്, ഞാനാണ് ഫയർ കത്തിച്ചത്. ഇവന്മാർ ഇതേ ഒരുത്തൻ ചത്താ. ഇപ്പോഴേ ഒരുത്തൻ ചത്തെന്ന് തോന്നണം കേട്ടോ. ഇതെങ്ങനെ ചത്ത്? ആളുകൾ തല്ലിക്കൊന്ന് കാണും. 100%. ഗൈസ്, ഫയർ കൂടിയ 100% ആയ നമ്മുടെ മാപ്പ് വലുതാവുമെന്നാണ്. ഇതവിടെ ക്യാരറ്റ് ഉണ്ടല്ലോ, തിന്നാൻ പറ്റുമായിരിക്കും. എൻ്റെ ഹെൽത്ത് കുറഞ്ഞ്. ലോഗ് സാപ്ലിങ്സ് കിട്ടി കേട്ടോ ഗൈസ്. ഇത് ഏകദേശം ഒരു മൈൻക്രാഫ്റ്റ് പോലെ തന്നെയൊക്കെ അങ്ങ് ഉണ്ട് എനിക്ക് തോന്നണം. ഗൈസ് പിന്നെ ആണെങ്കിലില്ലേ, നിങ്ങൾക്ക് എൻ്റെ റോബ്ലോക്സ് ഫ്രണ്ട് ആക്കണമെങ്കിലില്ലേ, എൻ്റെ പേര് മലയാളി _പ്ലേസ് എന്ന് തന്നെയാണ്, നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്. പക്ഷേ അതിൽ 1 കൂടെ ഉണ്ട് ലാസ്റ്റ്. ഡിസ്പ്ലേ നെയിമിൽ 1 ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ എൻ്റെ സ്കിന്ന് കണ്ടിട്ടുണ്ടല്ലോ, ഇത് തന്നെയാണ് എൻ്റെ സ്കിന്ന്. പ്രൊഫൈലിൽ ഞാൻ ഒരു കൈപൊക്കി നിൽക്കുന്ന ഫോട്ടോയാണ് ഈ സ്കിന്നുള്ളത്. ഫ്രണ്ട് ആക്കണമെങ്കിൽ ഫ്രണ്ട് ആക്കാം. പിന്നെ നിങ്ങളെ ഞാൻ ഫ്രണ്ട് ആക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേര് കമൻറ്റ് ഇട്ടാൽ മതി. ഡിസ്പ്ലേ നെയിം മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ഇടണം റോബ്ലോക്സിലെ. പിന്നെ നാളെ റോഡ് ടു 30 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വർഷം തീരുന്നതിന് മുമ്പ് 50 സബ്സ്ക്രൈബർ ആക്കണമെന്നാണ് എൻ്റെ ഒരു ഗോള്. ആക്കാൻ നിങ്ങൾ സഹായിക്കണം. നൈറ്റ് ഈസ് അപ്പിയറിങ്. രാത്രിയാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പോവാം. പക്ഷെ അവിടെ എന്തോ ഷെഡ് കാണുന്നുണ്ടല്ലോ. നമുക്ക് തിന്നാം ക്യാരറ്റ്. എന്തോ ഈറ്റ്. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ദേശത്തൊരു മുയലുണ്ട്. അയ്യോ ഗൈസ്, രാത്രിയായി, ഓടിക്കോ. ഫയർ അവിടെ, അങ്ങോട്ട് പോവാം. ഇതൊന്നും സാധന. നേരെ അയ്യോ, ഫയർ എവിടെയായിരുന്നു? ഇങ്ങോട്ടാന്ന് തോന്നുന്നു. അത് കാണാം. അയ്യോ, ഇങ്ങോട്ടല്ല, വഴി മാറിപ്പോയി. അങ്ങോട്ടായി. വേഗം പോട്ടെ. ഇപ്പോൾ ആ മോൺസ്റ്ററിനെ പിടിക്കും, ഓടിക്കോ. അടുത്ത് തന്നെയായിരുന്നു, ഭാഗ്യം.
നമ്മുടെ ഫയർ നിറച്ചുണ്ട് കേട്ടോ. ലെവൽ 2 ആണ് ഇവിടെ ഫയർ. ലെവൽ 100 ആകുമ്പോഴാണ് മാപ്പ് കൂടുന്നത്. അറിയില്ല. നമുക്കിതൊക്കെ അങ്ങ് തിന്നാം. അതിന് മുമ്പ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണോ? സ്റ്റോർ ചെയ്ത് വെക്കാം. അയ്യോ നമ്മളത് അൺസ്റ്റോർ ചെയ്ത് പോയി. ഇതേ ഒരു കുറുക്കൻ. നമുക്ക് ഒരു മുയലിനെ വല്ലതും കൊല്ലായിരുന്നു. നമുക്കിതൊക്കെ ഒന്ന് അൺസ്റ്റോൾ ചെയ്ത് വെക്കാം. അൺസ്റ്റോർ. പിന്നെ നിങ്ങൾ എത്ര ഡൈറ്റ് വരെ സർവൈവ് ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേക്കണേ. ഞാൻ ആദ്യമായിട്ട് കളിക്കണോണ്ട് ഇന്ന് അധികം ഒന്നും സർവൈവ് ചെയ്യത്തില്ല. അയ്യോ കുറുക്കൻ. അയ്യോ ഞാൻ പേടിച്ചു പോയി. കടിക്കുമല്ലേ? ഇതിൻ്റെ അകത്ത് കയറിയാൽ കടിക്കത്തില്ലെന്ന് തോന്നുന്നു. അപ്പം അകത്ത് നിന്ന് വെട്ടിക്കൊന്നാൽ പോരെ. തൽക്കാലം ഇപ്പം നമ്മൾ കൊല്ലുന്നില്ല. പിന്നെ നമുക്ക് കൊച്ചുങ്ങളെ സേവ് ചെയ്യണം. ഞാൻ ഒരാളെങ്കിലും സേവ് ചെയ്യാൻ പറ്റുമോ നോക്കാം. രാവിലെ ആയി. നമ്മൾ ഒരു ഡേ കഴിഞ്ഞുള്ളൂ. ഇപ്പം നമ്മുടെ രണ്ടാമത്തെ ഡേയാ. ഓക്കെ. ഈ മരം അങ്ങ് മുറിക്കാം. നമ്മളെ കയ്യിൽ ഇപ്പം തുരുമ്പെടുത്ത ആക്സാണ് ഇരിക്കുന്നത്. എന്തോ ഇൻഫോ ഒന്നുമല്ലോ. അത് നമുക്ക് നോക്കാം. ഈ മരം ഒന്ന് മുറിക്കട്ടെ. എന്താണ്? ഓക്കെ ഓക്കെ. ഇന്ന് ആരൊക്കെയോ നമ്മളെ കൊല്ലാൻ വരുമെന്ന് തോന്നുന്നു. അയ്യോ ഇന്നത്തെ ഡയറ്റ് ഇച്ചിരി പാടായിരിക്കും. അയ്യോ അതല്ല. പക്ഷേ മറ്റേ ഇയാൾ ട്രേഡർ വന്നെന്നാ. ട്രേഡ് ചെയ്യാൻ ആള്. ഞാൻ ഓർത്താരോ കൊല്ലാൻ വരുമെന്ന്. എന്തോ അറിവിടെ രൂപയെന്ന് പറഞ്ഞപ്പോൾ ട്രേഡ് ചെയ്യാൻ ആൾ നിൽപ്പുണ്ട്. എന്താ ട്രേഡ് ചെയ്യാനെന്ന് അറിയാൻ മേല. വുഡ് ഇനഫല്ല. അതെങ്ങനെ അതിൻ്റെ മേളിൽ വെക്കണം? ഇനി നമുക്ക് ഈ മാപ്പ് ഇങ്ങ് ക്രാഫ്റ്റ് ചെയ്യാൻ ഇങ്ങനെ വെക്കണം. അപ്പോൾ നമുക്ക് 3 എണ്ണം വെക്കാം. 3 എണ്ണം വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇവിടെ ഇത് നെക്കി പിടിച്ച് നോക്കണം. ഇനി ക്രാഫ്റ്റ് ചെയ്യാം. സോൾഡ് ഔട്ട്. ഇനി ഇതെങ്ങനെ വെക്കണ സംഭവം? ഡ്രോപ്പാണോ? അല്ലല്ലോ. പ്ലേസാ. ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതെന്താ ഡ്രോപ്പ് പ്ലേസ് ആക്കിയിട്ട് പറ്റുന്നില്ല. അയ്യോ പോയി. എന്തെന്ത് സംഭവമാണ്? ഒരുത്തിനെ കൊല്ലാൻ നോക്കുന്നു. നമുക്ക് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. അയ്യോ ഡ്രോപ്പ് ചെയ്താൽ താഴെ വീഴുകയാണല്ലോ. നമുക്കിനി പ്ലേസ് ചെയ്ത് നോക്കാം. അത് പ്ലേസ് ആയിട്ട് പറ്റുന്നില്ല. എന്ത് പറ്റിയത്? ഇത് പറ്റുന്നില്ലല്ലോ. പക്ഷെ ഇതെന്ത് ചെയ്യാനാ? ഇതെന്ത് ചെയ്യാനാ? ഒന്നും മനസ്സിലാവുന്നില്ല. പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഇത് വേറെ ആരുടെയെങ്കിലും കൊടുക്കാം. അവന്മാരിടട്ടെ. ഇങ്ങനെ നേരെ ആക്കിയിട്ട് വെക്കാനായിരിക്കും. നേരെ കറക്റ്റ് പൊസിഷൻ ആക്കിയാലായിരിക്കും പറ്റുന്നത്. പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. പക്ഷേ ഇതെന്ത് കഷ്ടമാണ്. പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു റാബിറ്റ്. മൊയിലിനെ തല്ലിക്കൊല്ലാം കേട്ടോ. അവനങ്ങോട്ട് ഓടിപ്പോയി. രാത്രിയായി. ഗൈസ് എന്തോ കാണിക്കുന്നു. നമ്മളാ മെയിൻ ആണ്. ഇത് ഓരോരുത്തർക്കും ഓരോ പോലെ ആയിരിക്കും കാണിക്കുന്നത്. അവർക്ക് അവർ മെയിനായിട്ടായിരിക്കും കാണിക്കുന്നത്. ഇതെന്താ സാധനം? നമുക്കിവിടെ ഓടി കയറിയിരിക്കാം. ഇതെങ്ങനെ കൊടുക്കും? പക്ഷേ എനിക്കൊന്ന് അവൻ റോബക്സ് കൊടുത്തിട്ട് പിന്നെ വീണ്ടും മറ്റേ വന്ന് കാണും. അവൻ നേരത്തെ ചത്ത് കിടക്കുമായിരുന്നല്ലോ.
നമുക്ക് ഈ വീടുകളിലൊക്കെ പോയി നോക്കാം കേട്ടോ. ഒരു ബോൾട്ട് നമുക്ക് സ്ക്രാപ്പായിരിക്കും ഇവിടെ അതിൻ്റെ ഇത് ഗ്രൈൻഡ് ചെയ്യണം. ഓക്കെ ഇവൻ്റെ കയ്യിൽ ഇത് കൊടുത്തു നോക്കാം. ഇന്ന് എടുത്തോടാ. ഇതിവന് എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഗൈസ്. നമുക്ക് തന്നെ എടുക്കാം അത്. അല്ലെങ്കിൽ അതവൻ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ഡ്രാഗ് ചെയ്തേക്കുമായിരുന്നു. എടുക്കടാ. അവൻ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത്. ഇതെങ്ങനെ വെക്കും? പറ്റുന്നില്ലല്ലോ. ഗ്രീൻ വരുമ്പോഴായിരുന്നു വെക്കേണ്ടത്. ഞാനാണെങ്കിൽ അത് ചുമല വന്നിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഈ വീഡിയോ കുറേ അങ്ങ് ലോങ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും പറയാം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതെന്താ സംഭവം? എന്തോ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാനാണോ? ഇവിടെ കൂടി അത് അവന്മാരെ കിടക്കണേ. ഞാനടുത്ത് വേറെ ആരെങ്കിലും നടന്നു പോകണമായിരിക്കുമെന്ന്. പിന്നെ ഈ വേൾഡ് കപ്പൊക്കെ അല്ലേ, നിങ്ങൾ ഏത് ടീമാണെന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പം ഞാൻ കുറേ സംഭവങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കമൻറ്റ് ചെയ്തേക്ക്. ഇവിടെ എന്തോ വലിയ വീടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആദ്യം തീ ഒന്ന് ശരിയാക്കട്ടെ. അത് കുറഞ്ഞ് നിൽക്കുവാന്ന് തോന്നുന്നു. കുറവാണ്, നല്ല കുറവാണ്. നോക്കി ഇതിവിടെ ഇങ്ങനെ ഇടാം. ഇതിൻ്റെ കൺട്രോൾസ് ഇച്ചിരി പാടാണ് ഗൈസ്. ഇനി ഇതിവിടെ ഇടാം. ഇനി അവിടെ നിന്ന് പോയി അടുത്ത് അവിടെ കൊണ്ട് ഇടാം. ഗൈസ് നമുക്ക് ഓൾഡ് ബെഡ് ഉണ്ടാക്കണം കേട്ടോ. ഇനി അതെങ്ങനെ? അതിന് 20 വുഡ് വേണം. അതിന് അതെടുത്തിട്ട് വരാം. ഗൈസ് ഇവിടെ നിന്ന് ഇതങ്ങ് മുറിച്ചെടുക്കാം. 20 മരമെങ്കിൽ വേണം കേട്ടോ. 20 മരം വേണം. ഗൈസ് പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കൂടി അവൻ പോകുന്നുണ്ട് ഒരുത്തൻ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ കാണാനില്ല. അവൻ ലീവായി പോയെന്ന് തോന്നുന്നു. 3 ദിവസമേ ആയിട്ടുള്ളൂ. മാക്സിമം ഒരു 10 ദിവസത്തിൽ കൂടുതലെങ്കിലും നിൽക്കാൻ നോക്കണം. നമ്മുടെ ഇന്നത്തെ ഗോൾ ഒരു 10 ദിവസം നിൽക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ ഗോള്. 10 ദിവസത്തിൽ കൂടുതൽ നിൽക്കുക. കൂടാതെ ഇത് കുറേ ടൈം എടുക്കും ഇതൊന്ന് കളിക്കാൻ. നൈറ്റായി ഓടിക്കോ. ഇതങ്ങ് തിന്നിട്ടങ്ങ് ഓടാം. ഇന്ന് മറ്റവന്മാർ വരുമെന്ന് തോന്നണം കേട്ടോ. അവന്മാരെങ്ങാനും വന്നാൽ പണിയാവും. ഇതേ ഫുഡ് ഇരിക്കണത് തിന്നാൻ. ഗൈസ് പച്ചക്ക് തിന്നാൻ പാടില്ല ഒന്നും. പിന്നെ ഇതെങ്ങനെ ചെയ്യണത്? ഇങ്ങനെ തിന്നാല്ലേ? അയ്യോ ഗൈസ് അറിയാതെ ഞാൻ തീറ്റി പിടിച്ച് ഞെക്കിപ്പോയി. അവന്മാരെന്നാ വന്നേന്നറിയാൻ മേല. വരാതിരിക്കണതാണ് നല്ലത്. യെസ് ആരോടെ തടി വെച്ചിട്ടുണ്ട് കേട്ടോ. യെസ് ഓൾഡ് ബെഡ് ഉണ്ടാക്കിയില്ലേ, ഡേ ഇച്ചിരി കൂടുതൽ പോകുന്നു തോന്നുന്നു. ബെഡ് ഉണ്ടാക്കിയ കിടന്ന് ഉറങ്ങാതിരിക്കും. ഗൈസ് ഇതിൽ ബെഡ് ഉണ്ടാക്കണ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ ദിവസം നീണ്ടു കിട്ടും. സ്കിപ്പായി കിട്ടുമായിരിക്കും ഒരു ദിവസം കൂടുതൽ. ഈ മരം അങ്ങ് മുറിച്ചെടുക്കാമായിരുന്നു. ആരും വന്നില്ലല്ലോ അല്ലേ.
നമുക്ക് ഫുഡാണെങ്കിൽ കുറവാണ്. ഫുഡ് കഴിക്കണം. കുറച്ച് മുയലിനെ കൊന്ന് കഴിക്കാതെ അതേ ഉള്ളൂ. ഗൈസ് ഈ പട്ടീനെ അല്ല കുറുക്കനെ കൊന്നാൽ കഴിക്കാൻ പറ്റുമായിരിക്കും ഇതിൽ. ഗൈസ് അതെന്താ സാധനം ഗൈസ്? പക്ഷെ എന്താന്ന് മനസ്സിലായില്ല കേട്ടാ. ഓ ഗൈസ് ഇവനെന്ത് പറ്റി? നമുക്ക് ഇവനെ ഒന്ന് രക്ഷിക്കാമായിരുന്നു. അയ്യോ റോബ്ലക്സ് ഒന്നും കൊടുത്ത് വേണ്ട കേട്ടാ. ഇവിടെ എൻ്റെ കൊടുക്കാൻ റോബക്സ് ഇല്ല. അല്ലെങ്കിൽ 100 രൂപ കൊടുക്കണമെന്ന്. അവൻ ചാവണമെങ്കിൽ ചാവട്ടെ, ഒരു കുഴപ്പമില്ല. ഓ ഗസ് ഇവിടെ ഒരുത്തി മരം വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഓ ഗൈസ് ഇവിടെ ഒരു മുയൽ, നമുക്കിതിനെ കൊന്ന് തിന്നാം. ഹെൽത്ത് ഇപ്പം തീരും അവൻ്റെ. ഒറ്റ വെട്ട് ചാവട്ടെ. ചത്തിയത്ത്. ഇനി ഇവനെ എടുത്തുകൊണ്ട് എവിടെ നിന്ന് പൊരിച്ച് തിന്നാം. ഇന്ന് നമ്മുടെ ഡിന്നർ മുയലിറച്ചി സ്റ്റോർ ചെയ്തുകൊണ്ട് പോവാം. ഗൈസ് എന്തോ ഇൻഫോ വന്നിട്ടുണ്ട്, ഇപ്പോൾ നോക്കണ്ട. ഗൈസ് ഇവിടെ നിറച്ചും തടിയുണ്ടല്ലോ, അതവർ വെട്ടിയിട്ടേക്കാനായിരിക്കും, എടുക്കണ്ട. ഗൈസ് ഇവിടെ വെച്ച് പൊരിച്ച് തിന്നാം, എടുത്ത് തിന്നാം. യെസ്, ഇന്ന് നമ്മൾ നോൺ വെജ് ആയിരുന്നു. അതവൾ ഇതിനെ എടുത്തുകൊണ്ട് പോയി ആ വുഡ്. ഗൈസ് എനിക്ക് തോന്നുന്നു അവൾക്കാണെങ്കിലില്ലേ ഈ ബാഗ് ഇച്ചിരി കൂടുതൽ സ്റ്റോറേജ് ഉള്ള കിട്ടി കാണും, അതുകൊണ്ട് ഒറ്റടിക്കെല്ലാം എടുത്തോണ്ട് പോയി. ഗൈസ് ഇതേപോലെ നിങ്ങൾ ഏത് ഗെയിം കളിക്കാൻ വേണമെങ്കിലും കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ കളിച്ചിരിക്കും. നിങ്ങൾ ഏത് ഗെയിം കളിക്കാൻ പറഞ്ഞാലും നമ്മൾ കളിച്ചിരിക്കും, ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി. ഗൈസ് ദേവൻ ചത്തു കിടക്കുവാണ്. എനിക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല, കാരണം റോബക്സ് കൊടുക്കണം അല്ലെങ്കിൽ പൈസ കൊടുക്കണം, രണ്ടും എൻ്റെ കയ്യിലില്ല. 8 ഫുഡേ ആയിട്ടുള്ളൂ. ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, 20 എണ്ണം വേണം. ഇത് ഓൾഡ് ബെഡാണ്. ഗൈസ് ഇവനെ തോക്ക് കിട്ടി. ഇന്ന് അവന്മാർ വരുമെന്ന് തോന്നണം കേട്ടാ. ആ കൊച്ചിനെ രക്ഷിച്ച് കേട്ടാ അവൻ. ഇനി ഡേ 2 കൂടുമെന്നാണ് പറഞ്ഞത്, +2 കൂടും. ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 20 എണ്ണം വേണം, നമ്മുടെ കയ്യിൽ 9 എണ്ണേ ഉള്ളൂ. ഈ സെക്കൻഡ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വെറുതെ കാട്ടി വന്നോണ്ടല്ലേ പെട്ടത്. ഇനി ബാക്കിയുള്ളവരെയും കണ്ടുപിടിക്കണം. നമുക്ക് ഈ ഇതൊക്കെ ഒന്ന് സാപ്ലിങ്സ് ഒക്കെ ഒന്ന് പ്ലാന്റ് ചെയ്യണം. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് ഈ വേറെ ഗെയിംസ് അല്ല, റോബ്ലോക്സിൽ വല്ല ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, നമ്മൾ ഉറപ്പായിട്ടും കളിച്ചിരിക്കും. രാത്രിയായി, വേഗം ഓടിപ്പോവാം. ഗൈസ് അവന്മാർ വന്നിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ നൈറ്റ് ഇച്ചിരി പണിയായിരിക്കും. ഞാനും എൻ്റെ മേളിൽ കയറി വിളിച്ചിരിക്കാൻ പോവാണ്. മറ്റവൻ്റെ ഈ തോക്കുണ്ട്, എൻ്റെ ഒന്നുമില്ല. ഗൈസ് നമുക്ക് ഈ തീയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചേക്കാം. ഏകദേശം 2 പേരുണ്ട് കേട്ടോ ഗൈസ് നമ്മുടെ കൂടെ. അവന്മാർ കുറേ വന്നിട്ടുണ്ട് ഗൈസ്. ഇവന്മാരെയൊക്കെ ഇട്ട് കത്തിക്കാന്ന് തോന്നണം കേട്ടോ ഗൈസ് തീയിൽ. ഓക്കെ നമുക്ക് അയ്യോ ഗൈസ് എന്നെ ആരടിച്ചു പുറകിൽ നിന്ന് വന്നോട്. അവന്മാരെ കണ്ടാൽ തന്നെ പേടിയാവേ. ഗൈസ് മറ്റവന്മാർ ഒരുത്തന്നെ തോക്കുണ്ടല്ലോ, അവനെവിടെ പോയി? ഇതുപോലെ മേടിച്ചു പറഞ്ഞു, അവൻ്റെ മേളിൽ കയറി ഇരിക്കുക. ഇതെങ്ങനെയെങ്കിലും കൊല്ലണം, ഒരാളെങ്കിലും ഞാൻ കൊന്നു നോക്കട്ടെ. അയ്യോ യെസ്, ഒരുത്തനെ ഞാൻ കൊന്നിട്ടുണ്ട്. ഗൈസ് നമ്മുടെ ലൈഫ് നോക്കിയാൽ 0, നമ്മുടെ ലൈഫ് ഇപ്പോൾ തീരും. അതിനു മുമ്പ് ഇവന്മാരെയൊക്കെ എടുത്തങ്ങ് ഇടാം. ഈ ഇവന്മാരെ ഈ മറ്റേ ബാഗിൻ്റെ അകത്താക്കാൻ പറ്റുമോ? ഗൈസ് നമ്മൾ മനുഷ്യനെ ബാഗിൻ്റെ അകത്താക്കി. അത് 1 അല്ല 5-6 പേരുണ്ട്. 5 അല്ല 4 പേര് മറ്റേ ബാഗിൻ്റെ അകത്താക്കി. അത് പൊളിച്ച് കേട്ടാ.
മനുഷ്യന്മാരെ അതിൻ്റെ അകത്താക്കി. നമ്മളെ കോയിൻസ് എടുക്കുന്നുണ്ട്. 10 ആയി, 15 ആയി. ഇനിയുണ്ടോ? ഇല്ല. ഇനി ഇവന്മാരൊക്കെ കൊണ്ടുപോയി കത്തിക്കാം. ഇച്ചിരി കൂടിയിട്ടുണ്ട്. ദേ നോക്ക്, നൈസ് എടുത്തുകൊണ്ട് പോവാം. റൈഫിൾ. അതെങ്ങനെ ടേക്ക്? കിട്ടി. ടോർച്ചും കൂടി എടുക്കാമല്ലേ? ടോർച്ചും കിട്ടി. ഇനി എന്തെങ്കിലും ഉണ്ടോ? രാവിലെ ആയി. എത്ര ദിവസമായി? ഇനി എത്രാമത്തെ ദിവസമാണ് ഇത്? നമ്മളൊരു ചെക്കൻ രക്ഷിച്ചുകൊണ്ട് 5 ദിവസമായുള്ളൂ. തോക്ക് ഒരുണ്ടേ ഉള്ളൂ. പക്ഷേ ഒരുണ്ടേ ഉണ്ടോ? ഇല്ലെന്ന് തോന്നണം കേട്ടോ. ഇതാരാ? ഇത് മറ്റേ അവനാ. അയ്യോ, മഴ പെയ്ത്. ട്രേഡറാ അത്. മഴ പെയ്ത്. ഇനിയിപ്പോൾ മരം വെട്ടിക്കൊണ്ടെന്നോട് ഇടാന്നിട്ട് മഴ നിന്ന് കഴിഞ്ഞിട്ടങ്ങ് ശരിയാക്കാം. മരം വെട്ടുമ്പോൾ നീല കളറായിരിക്കും. ഇനി നീല മരം വെള്ളം മീനുകൊണ്ട് കാണിക്കണം. ഇതിന് ഉണക്കാൻ വേണ്ടി വല്ല സംഭവം ഉണ്ടോ അതിൻ്റെ അകത്ത്? തീൻ്റെ സൈഡിൽ ഇട്ടാൽ മതിയായിരിക്കുമോ? തീ കെടാറായി മച്ചമ്പി. സ്റ്റോക്കൊക്കെ ഇടും. അതേ അവൻ പിന്നെ എഴുന്നേറ്റ്. അവൻ റിച്ചാന്ന് തോന്നണം. കുറേ റോബക്സ് കൊടുത്ത് ശരിയാക്കി. ഇപ്പം തന്നെ ഏകദേശം അവൻ്റെ കയ്യിൽ നിന്നൊരു 200-300 രൂപ പോയി കാണും. കാരണം 3 വട്ടം ചത്ത്. അല്ല, 2 വട്ടം ചത്തത്. ഇപ്പോൾ 200 രൂപ പോയി. ഇതൊക്കെ സ്പീഡിൽ പോവല്ലേ? എവിടെയെങ്കിലും എമർജൻസി വരുമ്പോഴത്തേക്കും മാത്രം പിടിച്ച് വെക്കാം. ഇവിടെ ആണെങ്കിൽ മഴ പെയ്യണതുകൊണ്ട് തീ കെടുവായിരിക്കും ചിലപ്പോൾ. ഇവിടെ ഒരു മുയൽ. അവൻ്റെ ഹെൽത്ത് ഇച്ചിരി കുറവാണ്. നമുക്കവന് പെട്ടെന്നുമല്ല, ഹെൽത്ത് കുറഞ്ഞിരിക്കണം നല്ല കാര്യമാണ്. ഈ മുയലിനെ നന്നായിട്ട് തല്ലിക്കൊല്ലാം. ഇതൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യണം. അതൊക്കെ നമുക്ക് ചെയ്തേക്കാം. ഇച്ചിരി കഴിഞ്ഞ് ചെയ്യാം. നമുക്ക് മരം കിട്ടാതാവുകയാണെങ്കിൽ ചെയ്യാം. അവന് ഇനി ഇച്ചിരിയും കൂടെ ഉള്ളൂ. ഒരു വെട്ടിക്ക് ചാവും, ഒരു അടിക്ക് ചാവും. ചത്തു. ഇനി അവനെടുക്കാം. ഇനി അവനെ കൊണ്ടുപോയിട്ട് പുഴുങ്ങി തിന്നാം. അയ്യോ അറിയാതെ നെക്കിപ്പോയി. അത് മുള്ളും പോയി. ഇത് നമുക്കിതിങ്ങനെ പിറക്കാം ഫുള്ളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നെ ഫ്രണ്ടാക്കണമെങ്കിൽ ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്. ഡിസ്പ്ലേ നെയിം നമ്മുടെ ചാനലിൻ്റെ പേരാണ്. അല്ലാതെ കിടക്കണേൽ എൻ്റെ ചാനലിൻ്റെ പേര് ഇവിടെ ഒരു 1 കൂടെ ഉണ്ട്. അതാണ് ഏക വ്യത്യാസമുള്ളൂ. ഡിസ്പ്ലേ നെയിം ആ 1 ഡിസ്പ്ലേ നെയിമിൽ. പിന്നെ നിങ്ങളെ ഞാൻ ഫ്രണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ പേര് കമൻറ്റ് ചെയ്താൽ മതി. റോബ്ലോക്സിലാണ്. രാത്രിയായി. 6 നൈറ്റായി. 6 ഡേ ആയി. ദേ ഒരു കുറുക്കൻ നിൽക്കണം. അതെന്താണ്? കുറുക്കനെ ഒരു പരന്ത് റാഞ്ചിക്കൊണ്ട് പോയി. പരന്തല്ല കേട്ടാ, മൂങ്ങയാണ് കേട്ടാ. മൂങ്ങ ഇങ്ങനെ എടുത്തോണ്ട് പോവാ. ഒരു കുന്തം. നമുക്ക് സ്പിയർ കിട്ടി. ഇനി സ്പിയർ കൊണ്ട് ആൾക്കാരെ കുത്തിക്കൊല്ലാം. ഞാൻ ഓർത്തില്ല. ഞാൻ അത് തിന്ന് പച്ചക്ക്. ഇതെന്താ കോടാലിയാണ്. അവൻ ചത്ത്. അവനെ പരന്ത് മാന്തിയെന്ന് തോന്നുന്നു. ഇതെന്താ ഒരു കോടാലി. നമുക്കിപ്പോൾ ഇച്ചിരി ഒരു പവർ കൂടിയ കോടാലി കിട്ടി. ഇതെന്ത് സാധനം? എന്തൊക്കെയുണ്ട് വേറൊരു കോടാലി. അതെന്താണോ? ഇച്ചിരി പവർ കൂടും. അതും കൂടി എടുത്താന്ന് തോന്നണം. എന്നാൽ അതുപോലെ എടുക്കാം. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഫുഡൊന്നും ആക്കട്ടെ. തിന്നാം. ഇത് കൊള്ളാം കേട്ടോ. ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അപ്പം തന്നെ എടുത്ത് തിന്നാം. മൈൻക്രാഫ്റ്റിലൊക്കെ ആണെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യണം. അതാണ് ഏക കുഴപ്പം. ഇത് മെഡിക്കിറ്റാണ്. ഓക്കെ. ഇതെന്താ കുറുക്കൻ്റെ തൊലിയാണ് കേട്ടോ ഇത്. ഇതെന്ത് യൂസ് ചെയ്യണ?
ഇതുകൊണ്ട് നമുക്ക് കുത്താം കേട്ടോ. രാവിലെയായി. ബാക്കി എല്ലാവരും ചത്തിന്, ഞാൻ മാത്രമേ ജീവിച്ചുള്ളൂ. ഞാൻ മാത്രമേ ഇനിയുള്ളൂ. 7 ഡേ ആയി, 7ാമത്തെ ദിവസം ഇത്. നമുക്ക് ഒന്ന് ഇത് ഈ വലിയ ട്രീ മുറിക്കാൻ പറ്റുമോ ഗൈസ്? ഇത് നല്ല പവറുള്ള കേട്ടോ. നോക്കട്ടെ ഗൈസ്, ഒറ്റ വെട്ടിന് മുറിക്കാൻ പറ്റും. ഇത് 6% ആണ്. മറ്റേ തുരുമ്പെടുത്ത, അതുകൊണ്ട് അധികം മുറിക്കാൻ പറ്റത്തില്ല. ഇത് നല്ല അടിപൊളി മാജിക്കൽ കോടാലി. ഈ മുയലിനെ വെട്ടി നോക്കാം എത്ര നേരം കൊണ്ട് ചാവുമെന്ന്. ഗൈസ് 2 വെട്ടിന് ചാവും കേട്ടോ. ഇതുകൊണ്ട് വെട്ടിയാൽ നമുക്ക് 2 ഇറച്ചി കിട്ടും. അപ്പോൾ 100% ഉള്ളത് കൊണ്ട് വെട്ടിയാൽ എത്ര ഇറച്ചി കിട്ടും? കൊച്ചയിലേക്ക് കൂടി നടപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാനും ആ കൊച്ചും മാത്രമേ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരും ചത്തു. പിന്നെ ഞാൻ വേണം ഇതെല്ലാം ശരിയാക്കാൻ. ഇതെന്തോ ഗണ്ണാണെന്ന് തോന്നണം കേട്ടോ. ഇത് 51% ഉണ്ട്. ഇപ്പോൾ നമ്മുടെ 9 വുഡേ ഉള്ളൂ. നമുക്ക് ഇച്ചിരിയും കൂടി വുഡ് എടുക്കാം. 13 വുഡായി. ഇപ്പോൾ പറ്റത്തില്ല, ഇനിയും കുറേ വുഡ് വേണം. ഇതുവരെ നമുക്ക് മറ്റേ മാനിനെ പോലത്തെ ആ സാധനത്തിനെ കണ്ടില്ല കേട്ടോ. മറ്റേ ആ മെയിൻ വില്ലനെ. ഞാനാണെങ്കിൽ കുറച്ച് ഗെയിം പ്ലേൻ്റെ വീഡിയോസ് നോക്കിയായിരുന്നു. അതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവിടെ നിൽക്കണ കാണാമായിരുന്നു. ഇനി ഇവിടെ വെക്കാം. അയ്യോ അതെന്താ ഇതെന്താ ഇത്ര വെക്കാൻ പറ്റത്തുള്ളൂ? ലിമിറ്റ് ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് മറ്റേ 20 എണ്ണം എങ്ങനെ ചെയ്യണത്? ഇത് പിന്നെന്ത് ചെയ്യാനായിരുന്നു? ഇതെങ്ങോട്ട് എടുക്കാം? താഴെ വെച്ച് നിൽക്കണം. അങ്ങനെ ഇനി നമുക്ക് കുറച്ചുകൂടി വുഡ് എടുത്തോണ്ട് വരാം. ഇവിടെ ഒരു മുയലുണ്ട്, അവൻ പോട്ടെ, ജീവിക്കട്ടെ. നൈറ്റ് ഈസ് അപ്പിയറിങ്. നമുക്കിതും കൂടി എടുത്തിട്ട് അങ്ങ് ഓടിപ്പോവാം. പെട്ടെന്ന് എടുക്കാം. സ്റ്റോർ 8 ദിവസമായി. നമ്മുടെ ഗോള് 10 ദിവസമാണ്. ഇവിടെ കയറിയപ്പോൾ തന്നെ നൈറ്റായി. ഭാഗ്യം. ഇവിടെ വെക്കാം. ഇനിയിപ്പോൾ എത്ര എണ്ണമാവും? ഈ 100 എണ്ണത്തിന് കൂടെ വ്യത്യാസത്തിലായി. 100 എണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓൾഡ് ബെഡ് ഉണ്ടാക്കാമായിരുന്നു. നമുക്ക് ഈ സാപ്ലിങ്സ് ഒക്കെ ഒന്ന് നടണം. വെറുതെ വഴി വെട്ടിയിട്ടേക്കുവാണ് സാപ്ലിങ്സ്. ഗൈസ്, നമുക്ക് വെളിയിറങ്ങണ്ട. ഈ തീൻ്റെ നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങണ്ട. മെഡിക്കിറ്റ് എടുക്കുകയല്ലേ, സൈഡിൽ കൈ വെച്ചേക്കുന്നത്. എങ്ങനെ വല്ലതും പറ്റിയാലോ? പിന്നെ ഞാൻ ഒറ്റക്കാണ്. മറ്റേമാർ റൈഡ് വരെ എന്താ ഞാൻ മൈൻക്രാഫ്റ്റ് ഓർത്ത് പോകും. അവന്മാർ പറ്റി നമ്മളിങ്ങനെ കൊല്ലാൻ വന്നാൽ എന്ത് ചെയ്യും? എൻ്റെ കയ്യിലാണെങ്കിൽ ഗണ്ണുണ്ട്, അതുകൊണ്ട് വെടിവെച്ച് ഇടാൻ പറ്റുമോ നോക്കാം. പക്ഷെ ഒരുണ്ടേ ഉള്ളൂ.
യെസ്, ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്യാമ്പ് ഫയറിലാണെങ്കിൽ തീ കുറവാണ്, അപ്പോൾ തീൻ്റെ ഇത് കുറവാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ തീ നല്ല സെറ്റാക്കിയിട്ട് നമുക്ക് അവിടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ 10 കേട്ടോ, ഡേ 10 ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മുടെ ഗോള് കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി കുറച്ച് കാലം കൂടി നിൽക്കാം, കുറച്ച് നേരം കൂടി നിൽക്കാം. മരിക്കണവരെ കളിക്കാം, മരിക്കണവരെ കളിക്കണം. ഓ ഗൈസ്, ഇതിന് നമുക്ക് ഓൾഡ് ബെഡ് ഉണ്ടാക്കാം. അതിന് ബാക്കിയുള്ള ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടേക്കാം. ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റ് യെസ്. ഇനി നമുക്ക് ഇത് ഇവിടെ വെക്കാം. പ്ലേസ്. ഇപ്പോൾ ഗോൾഡ് ബെഡാണ്. ഇനി ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ ഇതിന് മേളിൽ? ഓ ഇല്ല. ഓക്കേ, സാപ്ലിങ് നമ്മൾ നടുവാണ് ഇവിടെ ഉള്ള, അല്ലെങ്കിൽ നമുക്ക് മരമില്ല വേറെ. ഇവിടെ കുറേ സാപ്ലിങ്സ് ഉണ്ട്, അതെല്ലാം നട്ടേക്കായി. മഴ പെയ്താലാന്ന് പറഞ്ഞിട്ട് സാപ്ലിങ്സ് വളരത്തുള്ളൂ. ഇതേ ഒരെണ്ണം ഒരു ചെടി തലയും കുത്തി നിൽക്കണ്. യെസ്, ഇവിടെ ഒരു ബണ്ണിക്കുട്ടനുണ്ട്. യെസ്, ഈ ബണ്ണി ഫ്രൂട്ട് എന്താ സാധനം? എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. ഇതൊക്കെ നട്ടേക്കാം. അതിന് മുമ്പ് ഇതിവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ. മീൻ പിടിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എൻ്റെ ഫിഷിംഗ് റോഡില്ല. ഇപ്പം തന്നെ 10 ദിവസമേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇച്ചിരിയും കൂടി നാളെ നിൽക്കണം. ഇത് മുറിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓ അടിക്ക്. ഓ പറ്റത്തില്ലെന്ന് തോന്നണം. ഒന്നുകൂടി നമുക്ക് കുറച്ച് ട്രൈ ചെയ്യാം. പറ്റത്തില്ല. പക്ഷേ തീൻ്റെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളർ ഇച്ചിരി ലൈറ്റ് ആവും. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഈ ആക്സിൻ്റെ കളർ ഇച്ചിരി ഡാർക്ക് ആവും. അതെന്താ സംഭവം? നമുക്ക് മാപ്പൊക്കെ എടുത്ത് നോക്കാമല്ലേ, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണേ. രാത്രിയായി. അവന്മാരെങ്ങാനും റെയ്ഡിന് വന്നാൽ ഞാൻ മൈൻക്രാഫ്റ്റിൻ്റെ ഓർത്ത് പോണ്. അവന്മാരെങ്ങാനും വന്നാൽ പണി മാളും. നമുക്ക് റെഗുലർ ബെഡ് ഉണ്ടാക്കാം കേട്ടോ. ഇത് സെറ്റാട്ടോ. ഗൈസ്, എന്താ കുറേ നേരമല്ല 10 ദിവസം കൊണ്ട് വെക്കണത്. രാവിലെ ആവാത്ത എന്താ? ഈ ചെക്കനയിലേക്കൂടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇല്ലേ കുറച്ച് കട്ടായിപ്പോയി, ക്ഷമിക്കണം. 13 ദിവസമായി. ഇവിടെ നിറച്ച് മഴയാണ്. അപ്പോഴത്തേക്കും നമ്മളിത് ഇവിടെ ഈ തടിയൊക്കെ ഇടുവാണ്. ഇതൊന്ന് ഉണങ്ങിക്കിട്ടട്ടെ. അപ്പോൾ ഇടിമിന്നൽ. ഓക്കെ ഗൈസ്, ഇനി ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം. ഓ ഗൈസ്, ഇവിടെ നിന്ന് കുറച്ചും കൂടി കിട്ടി. നമുക്ക് അതും കൂടി എടുത്തുകൊണ്ട് ഓടാം. നീല കളറിലിരിക്കണത് ഗൈസ്, തീ കെടാറ. അയ്യോ പോയിഷേ. ആവശ്യത്തിനൊക്കെയാ വരത്തില്ല, ചുമ്മാ നിൽക്കുമ്പോഴത്തേക്ക്. അയ്യോ ഗൈസ്, ക്യാമ്പ് ഫയർ കെട്ട്. ഇനി നമുക്ക് വേഗം പോയി മറ്റേ ഇത് കൊണ്ട് ഇടാം. ഇത് ഉണങ്ങിയിരിക്കുമല്ലോ, നനഞ്ഞിട്ടിരിക്കുക. അയ്യോ പണിപാളി. ഇനി എന്ത് ചെയ്യും ഗൈസ്? മഴ മാറട്ടെ ഗൈസ്, മഴ മാറി നമുക്കിത് കത്തിച്ചേക്കാം. പണിയാവും അല്ലെങ്കിൽ. നമ്മൾ കത്തിച്ചിട്ടുണ്ട്. ഇനി
എല്ലാ തടിയിട്ടങ്ങ് കത്തിക്കാം. മാക്സിമം ഒന്ന് സർവ് ചെയ്യാൻ നോക്കാം, പറ്റുമോയെന്നറിയത്തില്ല. രാത്രി ആവാറായെന്ന് തോന്നണ്. ഓഗസ്റ്റ് ഞാനിടയ്ക്ക് അവനെ കണ്ടപ്പോൾ പേടിച്ചു പോയി. മറ്റേ ഈ ട്രേഡറിനെ കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരനെ ഓർത്ത് ഞാൻ ഓർത്ത് മറ്റേ വില്ലന്മാരായിരിക്കുമെന്ന്. അയ്യോ നമ്മുടെ 20% ഉള്ളൂ ഫയർ. രാത്രി ആവാറായി, പെട്ട്. അയ്യോ താഴെ പോയി. ഈ മരം മുറിച്ച് കുറച്ചുകൂടി വുഡ് ഒപ്പിക്കാം. ഇനി ഈ വുഡ് എടുത്തിട്ട് നമുക്കത് കൊണ്ടുപോയി കത്തിക്കാം. അഞ്ചായി, നമുക്കിനി അങ്ങോട്ട് പോകാം. ഗൈസ് രാത്രിയായി കേട്ടോ ഗൈസ്. എന്തോ ഗൈസ് അവന്മാർ വന്നുണ്ട്. അയ്യോ ക്രോസ് ബോയും കൂടി ഉണ്ട്. തീർന്ന്. അയ്യോ ഗൈസ് ക്രോസ് ബോയും കൂടി ഉണ്ട്. ഇവന്മാരെ കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് ഇതൊക്കെ ഇട്ട് കത്തിക്കാം. എങ്ങനെയെങ്കിലും മരിക്കാതിരിക്കാൻ നോക്കാം. പക്ഷെ നമ്മുടെ ഗോള് കംപ്ലീറ്റ് ആയി. ദേവൻ്റെ ഗൈസ്. നമുക്ക് ഇവന്മാരെ അയ്യോ വെടിവെക്കല്ലേ ഇവനെ വെടിവെക്കാം. അയ്യോ ഗൈസ് നമ്മുടെ പവർ പറഞ്ഞു. അയ്യോ ചത്ത് ചത്ത് കേട്ടോ ഗൈസ്. പക്ഷെ നമുക്ക് ആ ഗോള് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ട് കളിക്കണോണ്ടാണ് കേട്ടോ ഗൈസ് ഇങ്ങനെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കാണുമ്പോൾ ബൈ.